എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു. ശരിക്കും പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് ഞാൻ പിച്ച വെച്ചിട്ട് 32 വർഷമാകും. 32 വർഷത്തിന് മുമ്പ് ആദരണീയനായ നാടകാചാര്യൻ തോപ്പിൽ ഭാസി സാറാണ് എന്നെ കൈപിടിച്ച് KPSCയുടെ വേദിയിലേക്ക് കയറ്റുന്നത്. അന്ന് ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട് എന്ന ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ KPSCയിലെത്തുന്നത്. ഒരുപാട് പേര് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനും. അവിടെ നടന്ന ഇൻ്റർവ്യൂവിൽ അന്ന് പോറ്റി സാറും കുട്ടപ്പച്ചായനും അതുപോലെ കണിയാപുരവും തോപ്പിൽ ഭാസി സാറും എല്ലാം ജഡ്ജസായിരുന്നു. അവിടെ നടന്ന ആ മത്സര പരീക്ഷയിൽ എന്നെയാണ് പ്രധാന വേഷത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ആദ്യ നാടകം മുടിയനായ പുത്രൻ നാടകമായി. തുടർന്ന് മൈക്ക് വെച്ചിട്ട് ഉള്ള റിഹേഴ്സൽ, മൈക്കിലൂടെ എൻ്റെ ശബ്ദം പുറത്തു വന്നപ്പോൾ വൈകുന്നേരം ഭാസി സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇനി മുതൽ KPSCയുടെ അഭിവാദ്യങ്ങൾ സുൽഫി പറഞ്ഞാൽ മതി. അത് എന്നും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ബഹുമതിയാണ്. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ്, എൻ്റെ ശബ്ദത്തിന് കിട്ടിയ ട്രിബ്യൂട്ട്, ഈ ഒരു ലെജൻഡിൻ്റെ നാവിൽ നിന്ന് ഭാസി സാർ എന്നെ എൻ്റെ ശബ്ദത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. പിന്നീട് KPSCയുടെ അഭിവാദ്യങ്ങളും അനൗൺസ്മെൻറ്റും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും KPSCയിൽ അതേ നാടകം തന്നെ അവതരിപ്പിക്കാൻ എന്നെ വിളിച്ചത്, ഞാനത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചത് ഒക്കെ നന്ദിയോടെ ഓർക്കുന്നു. കൂട്ടത്തിൽ ഒരു സംഭവം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഒരിടത്ത് നാടകം കളിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന 19 വയസ്സുള്ള ഒരാൾ നാടകാസ്വാദകനാണ്. 30 പ്രാവശ്യം ഞാൻ ഈ നാടകം കണ്ടിട്ടുണ്ട്. താങ്കളാണോ മുടിയനായ പുത്രൻ നാടകം അവതരിപ്പിക്കുന്നത്, വേഷം ചെയ്യുന്നത്, മുടിയനായ പുത്രൻ്റെ വേഷം ചെയ്യുന്നത്, രാജൻ്റെ വേഷം ചെയ്യുന്നത്? ഇത് ഓമാധവൻ ചെയ്ത വേഷമാണ്, പ്രേമേന്ദ്രൻ ചെയ്ത വേഷമാണ്, കരകുളം ചന്ദ്രൻ ചെയ്ത വേഷമാണ്, സായി കുമാർ ചെയ്തതാണ്. നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ഫ്രണ്ടിലിരുന്ന് കാണും. എന്തെങ്കിലും ഡയലോഗിൽ എന്തെങ്കിലും പളിച്ചു പറ്റിയാൽ ഞാൻ കൂവും. അപ്പോൾ ഞാൻ ആ കൊച്ചാട്ടനോട് പറഞ്ഞത് വളരെ സംയമനത്തോട് സ്നേഹത്തോടു കൂടി, നിങ്ങൾ ഫ്രണ്ടിലിരുന്ന് നാടകം കാണണം, നാടകം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം, എന്നെ കണ്ടിട്ടേ പോകാവൂ. പക്ഷേ നാടകം കഴിഞ്ഞിട്ട് അദ്ദേഹം ഗ്രീൻ റൂമിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഗംഭീരമായിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ എന്നെ അഭിനന്ദിച്ച ആ മുഹൂർത്തം ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഞാനിപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു.